പ്രതിപക്ഷ നേതാവായ കോൺഗ്രസിലെ വി.ഡി. സതീശനെ വീണ്ടും അധിക്ഷേപിക്കുകയാണ് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ അഹങ്കാരത്തിന്റെ കൈകാലും വെച്ചിരിക്കുന്നുവെന്നും ഈഴവന്റെ ബുദ്ധിയെയാണ് ചോദ്യം ചെയ്യുന്നതെന്നും വെള്ളാപ്പള്ളി വിമർശിക്കുന്നു. ശ്രീനാരായണ ഗുരുധർമ്മം സതീശൻ തന്നെ പഠിപ്പിക്കേണ്ട എന്നും അയാൾ വിചാരിച്ചാൽ ഒരു മരപ്പട്ടിയെ പോലും കേരളത്തിൽ ജയിപ്പിക്കാൻ പറ്റില്ലെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. സതീശന്റെ മണ്ഡലമായ പറവൂരിലെ എസ്.എൻ.ഡി.പിയിലെ പരിപാടിയിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ രൂക്ഷമായ വിമർശനമുണ്ടായത്. നേരത്തെ ഉണ്ടായിരുന്ന വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അത് വെള്ളാപ്പള്ളി പറയുന്നു എന്നായിരുന്നു സതീശന്റെ മറുപടി. ഇതിനെതിരെയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സതീശന്റെ മണ്ഡലത്തിൽ വരുമ്പോൾ പറയാതെ പോകുന്നത് സമുദായത്തിന്റെ അന്തസ്സിനും തന്റെ പൗരുഷത്തിനും ചേരില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടായിരുന്നു സതീശനെതിരെ ആഞ്ഞടിച്ചത്. സമുദായത്തിനെ അധിക്ഷേപിച്ച ആളാണ് സതീശനെന്നും അഹങ്കാരത്തിന്റെ സ്വരമാണ് ഇപ്പോൾ അയാൾക്കെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈഴവർ വെറും വോട്ട് കുത്തുന്ന യന്ത്രങ്ങളായി മാറുന്നു എന്നല്ലാതെ അവർക്ക് അധികാരം കിട്ടുന്നില്ല. തന്നെ മുസ്ലിം വിരോധിയാക്കി ഒതുക്കാൻ ശ്രമിച്ചാൽ ഒതുങ്ങുന്ന ആളല്ലെന്നും അതുപോലെ അഹങ്കാരം പറഞ്ഞവർ മാരാരെ കൊടുത്ത് തോറ്റിട്ടുണ്ടെന്നും വി.എസ്. അച്യുതാനന്ദനെ പരോക്ഷമായി വെള്ളാപ്പള്ളി ഒന്ന് പരാമർശിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുധർമ്മം സതീശൻ തന്നെ പഠിപ്പിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ധർമ്മം പഠിപ്പിച്ച് തന്നെ ധർമ്മക്കാരനാക്കാനാണ് ഉദ്ദേശം. താൻ വിചാരിച്ചാൽ 100 പേരെ ജയിപ്പിക്കുമെന്നാണ് സതീശൻ പറയുന്നത്. എന്നാൽ അയാൾ വിചാരിച്ചാൽ ഒരു മരപ്പട്ടിയെ പോലും വിജയിപ്പിക്കാൻ പറ്റില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ സതീശൻ തയ്യാറാണോ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു. യു.ഡി.എഫിന് 100 സീറ്റ് കിട്ടിയാൽ താൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടത് സർക്കാർ തുടർഭരണം നേടുമെന്നാണ് DCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിലപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളം കണ്ടുവച്ച് ഏറ്റവും പരമപന്നനാണ് വി.ഡി. സതീശൻ എന്നായിരുന്നു വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് വെറും ഈഴവ വിരോധിയാണെന്നും അദ്ദേഹം അധിക്ഷേപിച്ചിരുന്നു. ഈഴവനായ കെ. സുധാകരനെ സതീശനാണ് ഒതുക്കിയത്. എന്നിട്ട് അയാൾ ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണ്. സുധാകരനെ സതീശൻ ഒതുക്കിയത് വരാൻ പോകുന്ന തന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കാനാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു.